മലയാള സിനിമ 300 കോടി ആ ലെവലിലേക്ക് ഒരു വലിയ വലിയ അച്ചീവ്മെൻറ്റിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇനി അതിക്കൊക്കെ മേലെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സംഭവമാണ് രണ്ടാം മുഖം പോലത്തെ ഒരു പ്രോജക്റ്റ്. MT രണ്ടാം മുഖം പല ഡയറക്ടേഴ്സിൻ്റെ പേര് വന്നുപോയി ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ MTയുടെ മകൾ പറഞ്ഞിരുന്നു രണ്ടാം മുഖം ഈ വർഷം ഓണാവുന്നു. അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടിയുടെ പേരിങ്ങനെ സംസാരത്തിലിങ്ങനെ വന്നിരുന്നു. അത് പലർക്കും സങ്കടമുണ്ട്, കാരണം ആ സിനിമ മലയാളത്തിൽ നിന്ന് പോകാമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നി, കാരണം ഋഷഭ് ഷെട്ടിക്ക് ആ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ ഓക്കെയാണ്. ഋഷഭ് ഷെട്ടിയുടെ ഡയറക്ഷനിൽ ലാലേട്ടനൊക്കെ ആ സിനിമ ഓണായി വരികയാണെങ്കിൽ അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് തന്നെ എത്താനുള്ള സംഭവമാണ്. അതിൻ്റെ ഒരു ഇമോഷൻ കളയാണ്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഋഷഭ് ഷെട്ടിക്ക് അത് നല്ല വൃത്തിക്ക് ചെയ്യാൻ അറിയുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കഥയുടെ ഇമോഷൻ കളയാണ്ട് നല്ല രീതിക്ക് ഇപ്പോൾ മരക്കാറും ഒടിയൻ നല്ല പടമാണ്. അത് അവർ ട്രീറ്റ് ചെയ്ത രീതിയാണ് കൊളായത്. അപ്പം നശിപ്പിക്കാതെ നല്ല രീതിക്ക് ചെയ്യുകയാണെങ്കിൽ അത് കിടിലൻ പ്രോജക്റ്റ് തന്നെയാണ്. ഇമോഷനും കളയാണ്ട് നല്ല രീതിക്ക് ചെയ്ത രണ്ടാം മുഖം പോലത്തെ ഒരു പടം അത് ഷെഡ്യൂൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ അത് ചെയ്യാൻ പറ്റിയ AR റഹ്മാൻ്റെ ഡയറക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഡൊമിനിക് അരുൺ, അതുപോലത്തെ മലയാളത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതാ ഒരു വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ ഒരു വലിയൊരു പ്രോജക്റ്റ് ആയിരിക്കും അത്.